റെഡി ആയില്ലേ എല്ലാവരും? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത നോട്ട് ഇനി വരുന്നത് പേജ് 72. പേജ് 72 നോട്ട് നോക്കിയ നിങ്ങള് ആ നോട്ട് ഒന്ന് പെട്ടെന്ന് എഴുതിയെടുത്താൽ പേജ് 72 നോട്ട്. ഒന്ന് വേഗം എഴുതും. പേജ് 72 നോട്ട് വേഗം എഴുതിയെടുക്കൂ. എഴുതാം. ഞാൻ വായിക്കാം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. നോട്ട് ഞാൻ വായിക്കാം. ഇൻ എ സർക്കിൾ ദ സ്ക്വയർ ഓഫ് ഹാഫ് എ കോഡ് ഈസ് ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ റേഡിയസ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് ദ കോഡ്. അതായത് ഇപ്പൊ നമ്മള് നേരത്തെ ഒരു സർക്കിളില് ഒരു കോഡ് വരച്ചിട്ട് ഈ കോഡിലേക്ക് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, ഒരു ലംബം വരച്ചാൽ അത് ഈ ഞാനിനെ, ഈ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ ബി ആണ് കോഡ്, ഒ ഈസ് ദ സെന്റർ, ഡി ആണ്, സി ഈസ് ദ സെന്റർ, ഡി ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ. അപ്പൊ ഞാനിവിടെ ഈ ബി സി ജോയിൻ ചെയ്യാണെന്ന് വിചാരിക്കുക. ബി സി ജോയിൻ ചെയ്യുമ്പോൾ ബി സി ഇസ് ദ റേഡിയസ് ആണ്. ക്ലിയർ ആയി? ബി സി ഇസ് ദ റേഡിയസ്. ഇപ്പൊ നമ്മൾ ഈ നോട്ടിൽ പറയണത് ഒരു കോഡിന്റെ ഹാഫിന്റെ സ്ക്വയർ, അതായത് ഒരു ഞാനിന്റെ നീളത്തിന്റെ പകുതിയുടെ വർഗം. ഒരു ഞാനിന്റെ നീളം എന്ന് പറഞ്ഞാൽ എ ബി ആണ്, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ബി ഡി ആണ്. കാരണം ഈ ഞാനിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഈ പെർപെൻഡിക്കുലർ ഞാനിനെ രണ്ട് ഭാഗമാക്കും. ഈ രണ്ട് ഭാഗമാക്കും എന്ന് പറയുന്നത് ആ ഞാനിന്റെ നീളത്തിന്റെ പകുതികളെ വരിക, ബൈസെക്ട് ചെയ്യണ കാരണം, സമഭാഗം ചെയ്യണ കാരണം. അപ്പൊ ഞാനിന്റെ നീളത്തിന്റെ പകുതിയുടെ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തില് അത് ബി ഡി സ്ക്വയർ ആണ്. അത് എന്താന്ന് പറയണത്? ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ റേഡിയസ് ആൻഡ് പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ബി ഡിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബി സി ആണ്, അതായത് ആരത്തിന്റെ വർഗം എന്നാണ് പറഞ്ഞത്. ആരത്തിന്റെ വർഗത്തിന്റെയും കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് വരയ്ക്കുന്ന ഡിസ്റ്റൻസിന്റെ, അകലത്തിന്റെ വർഗത്തിന്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോ ഇവിടുത്തെ റേഡിയസ് ബി സി ആണ്. അപ്പൊ ബി സിയുടെ സ്ക്വയറിന്റെയും കേന്ദ്രത്തിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത് സി ഡി ആണ്. അതിന്റെ സ്ക്വയറിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഫോർമുല പറയാണ് ചെയ്യണത്. എന്ത് കണ്ടുപിടിക്കാൻ? ഞാനിന്റെ നീളത്തിന്റെ പകുതി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എന്താ ഫോർമുല? ബി ഡിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ബി സിയുടെ സ്ക്വയർ മൈനസ് സി ഡിയുടെ സ്ക്വയർ, ബി സി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ. ഇതാണ് ഇപ്പൊ ആ നോട്ടിൽ പറഞ്ഞ കാര്യം. അപ്പൊ നിങ്ങൾ ആ നോട്ട് എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെ ഈ ചിത്രം ഒന്ന് വരയ്ക്കും. ഈ ഫിഗർ ഒന്ന് വരച്ചിട്ട് ഈ നോട്ട് എഴുതി, ആ ചിത്രം ഒന്ന് റഫായിട്ട് വരച്ചിട്ട് പേര് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ നോട്ടാണ് ഇപ്പൊ നിങ്ങൾ എഴുതിയിട്ടുള്ളത്. ബി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ. ഒന്ന് വേഗം എഴുതിയിട്ടു. ആ നോട്ട് എഴുതി കഴിഞ്ഞു. നോട്ട് എഴുതി കഴിഞ്ഞാല് ഇതൊന്ന് വേഗം എഴുതി. ഫിഗർ ആദ്യം വരയ്ക്കും കേട്ടോ. ഫിഗർ വരച്ചിട്ട് വേണം ആ നോട്ട് എഴുതാൻ.
കാരണം ഫിഗറിൽ കൊടുത്തുള്ള പേര് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ നോട്ട് താഴെ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഈ നോട്ട് എഴുതിയില്ല, ഇത് നമ്മൾ BD² കണ്ടുപിടിക്കാനാണ് ഈ നോട്ട് എഴുതി വെച്ചത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇതിൽ നിന്ന് BD കണ്ടുപിടിക്കേണ്ടി വരും. BD കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും നിങ്ങള്? ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ കിട്ടുന്ന വിലയുടെ വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് കാണേണ്ടി വരും. അപ്പൊ നമുക്ക് BD കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റൂട്ട് ഓഫ് ഈ ഫോർമുല ഇങ്ങനെ എഴുതാം, BC² മൈനസ് CD². BD കണ്ടുപിടിക്കണം. ഇതേപോലെ ഇതിൽ നിന്ന് CD BC കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എഴുതാം. അതായത് CD കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഫോർമുല റൂട്ട് ഓഫ് BC² മൈനസ് BD² എന്നാണ്. ഇതേപോലെ BC കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല റൂട്ട് ഓഫ് BD² പ്ലസ് CD² എന്നാവും. ഇതിന് താഴെ ഈ രണ്ട് ഫോർമുല എഴുതി വെക്കുക. നമുക്ക് കണക്ക് ചെയ്യുമ്പോഴൊക്കെ സംഖ്യകളാവും, സംഖ്യകളുടെ റൂട്ട് കാണേണ്ടി വരും കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, BC എന്ന് പറഞ്ഞാല് അത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്, വൃത്തത്തിന്റെ ആരാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഫോർമുല ഒക്കെ ഉപയോഗിക്കുന്നത് പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കണേ. പൈതഗോറസ് സിദ്ധാന്ത പ്രകാരമാണ് ഇപ്പൊ നമ്മൾ ഈ ഫോർമുല ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിപ്പോ നമ്മൾ ഈ ലാസ്റ്റ് നോട്ട് ഇല്ലെങ്കിലും പൈതഗോറസ് സിദ്ധാന്ത പ്രകാരം ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കാമെന്ന്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമുക്ക് BC കാണുമ്പോൾ BC എന്ന് പറയുന്നത് ഇവിടെ ഈ മട്ടത്രികോണത്തിന്റെ കർണ്ണാണ്. കർണം കാണുന്ന സമയത്ത് കൂട്ടേണ്ടി വരും. ബാക്കി രണ്ട് അളവുകൾ, അത് ലംബം അതേപോലെ പാദം കാണുമ്പോൾ ബേസും അതിന്റെ ഹൈറ്റും കാണുമ്പോൾ നമ്മള് കർണത്തിന്റെ സ്ക്വയറിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും കേട്ടോ. ഇവിടെ രണ്ടും കുറയ്ക്കേണ്ടി വരും, ഇവിടെ നമുക്കത് കൂട്ടേണ്ടി വരും. ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഈ രണ്ട് ഫോർമുലയുടെ അതിന്റെ കൂടെ എഴുതി വയ്ക്കും കേട്ടോ. ഇതും പ്ലസ് ഇത് രണ്ടെണ്ണം. കഴിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എഴുതണം കേട്ടോ. കഴിഞ്ഞാൽ പേജ് 77 എടുക്കും, പേജ് 77. പേജ് 77 നോട്ട് വേഗം എഴുതിയെടുക്കൂ. ഓക്കെ, ഞാൻ വായിക്കാം. ഇത് പറഞ്ഞ കാര്യം, ഇൻ എനി ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 സൈഡ്സ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. അത് ഏതൊരു ത്രികോണത്തിന്റെയും വശങ്ങളുടെ മധ്യലംബങ്ങൾ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുന്നു പറയുന്നത്. ഇങ്ങനെ ത്രികോണം വരച്ചിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ ഈ വശത്തിന്റെ മധ്യലംബം എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പസ് വെച്ചിട്ട് ആർക്ക് എടുത്ത് വരയ്ക്കും, ഓർക്കണ്ട. ഇതാണ് ഈ വശത്തിന്റെ മധ്യലംബം. ഇതേപോലെ ഈ വശത്തിന്റെയും മധ്യലംബങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അത് ഒരേ ബിന്ദുവിലൂടെ കടന്നു പോകും എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞ നോട്ട്. കണ്ടാ, ഇൻ എനി ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 സൈഡ്സ് ഇന്റർസെക്ട് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഒരേ ബിന്ദുവിൽ അത് കൂട്ടിമുട്ടുന്നു. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ മധ്യലംബങ്ങൾ ഒരേ ബിന്ദുവിലൂടെ കടന്നു പോകുന്നു, ഒരേ ബിന്ദുവിൽ അത് കൂട്ടിമുട്ടും. ഇതിൽ 8 ഈ നോട്ട് ചിത്രം വരച്ചിട്ടുണ്ട്. ഒരു ത്രികോണം വരച്ചിട്ട് അതിന്റെ വശങ്ങളുടെ മധ്യലംബങ്ങൾ ഒരേ ബിന്ദുവിലൂടെ കടന്നു പോകുന്നത് കാണിക്കുക. ഇതേപോലെ തന്നെ കോണുകളുടെ സമഭാജികൾ ആംഗിൾ ബൈസെക്ടേഴ്സും ഒരേ ബിന്ദുവിലൂടെ കടന്നു പോകും. അത് ത്രികോണത്തിന്റെ ഏത് ടൈപ്പ് ത്രികോണമായാലും ത്രികോണത്തിന്റെ ഒരു പ്രത്യേകതയാണത്. കോണുകളുടെ സമഭാജികളായാലും വശങ്ങളുടെ സമഭാജികളായാലും അത് ഒരേ ബിന്ദുവിലൂടെ കടന്നു പോകുന്നത് ഒരു ത്രികോണത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ നമ്മളിവിടെ നോട്ട് എഴുതിയിരുന്നത്, ഇവിടെ നമ്മള് ഒരു ത്രികോണത്തിന്റെ ഉള്ളിലാണ്, ഒരു വൃത്തത്തിന്റെ ഉള്ളിലാണ് ഈ ത്രികോണം വന്നതെന്ന് വിചാരിക്കും. നമ്മുടെ ഈ ത്രികോണം നമ്മളൊരു വൃത്തത്തിന്റെ ഉള്ളിലാണ് നമ്മൾ വരച്ചിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ത്രികോണത്തിന്റെ പേര് ABC. ഈ ത്രികോണത്തിന്റെ വശങ്ങള് വൃത്തത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വൃത്തത്തിന്റെ ഞാണുകളാണ്, കോഡ്സ് ഓഫ് ദ സർക്കിളാണ്. മനസ്സിലായോ? അപ്പോ നമ്മൾ നേരത്തെ മുന്നേ ഒരു നോട്ട് ചെയ്തിട്ടുണ്ട്, ഒരു വൃത്തത്തിന്റെ ഏതൊരു ഞാണിന്റെയും ലംബ സമഭാജികൾ വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോ ഈ വരച്ചിട്ടുള്ള ഞാണിന്റെ ഒക്കെ ലംബ സമഭാജികൾ ഒരേ ബിന്ദുവിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കടന്നു പോകുന്ന ബിന്ദു ഈ വൃത്തത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് വൃത്തത്തിന്റെ കേന്ദ്രം, സെന്റർ ഓഫ് ദ സർക്കിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നോട്ട് നമുക്ക് ആവശ്യം ത്രികോണത്തിന്റെ കാര്യമല്ല, നമ്മളെ സംബന്ധിച്ച് വൃത്തത്തിന്റെ കേന്ദ്രത്തെ സംബന്ധിച്ചാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു വൃത്തം എന്താന്ന് ചോദിക്കുക.
ഒരു വൃത്തം തന്നിട്ട് പറയണം ഈ വൃത്തത്തിന്റെ കേന്ദ്രം കാണാൻ ഒരു ചോദ്യം വന്നു വിചാരിക്കുക. ഫൈൻഡ് ദ സെന്റർ ഓഫ് സർക്കിൾ. അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യും? ഫൈൻഡ് മെത്തേഡ് ടു ഫൈൻഡ് ദ സെന്റർ ഓഫ് സർക്കിൾ. വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടുപിടിക്കാനുള്ള രീതി പറയുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം 3 വശത്തിന്റെ ആവശ്യം നമുക്കില്ല. ഏതെങ്കിലും 2 വശങ്ങൾ വരച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 കോഡുകൾ വരച്ചിട്ട്, ഏതെങ്കിലും 2 ഞാണുകൾ വരച്ചിട്ട് ആ ഞാണുകളുടെ ലംബ സമഭാജി വരച്ചാൽ ആ ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു ആ വൃത്തത്തിന്റെ കേന്ദ്രമായിരിക്കും. അപ്പൊ വൃത്തകേന്ദ്രം കാണാനായിട്ടുള്ള ഒരു വഴിയും കൂടിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പേജ് 73 എടുക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ നോട്ടുകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ പേജ് 73-ലും പിന്നെ ലാസ്റ്റ് സെറ്റിലാണുള്ളത്. അതിനുശേഷം നമുക്ക് മുന്നിലുള്ള കണക്കുകളിലേക്ക് പോകാം കേട്ടോ. നിങ്ങൾ പേജ് 73 എടുത്തിട്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം വേഗം എഴുതിയിരിക്കും. പേജ് 73-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പേജ് 73 കണക്കും ലാസ്റ്റ് സെറ്റ് കണക്കും ചെയ്തതിന് ശേഷം നമുക്ക് മുന്നിലേക്ക് വരാം. ഓക്കെ ആയോ? ചോദ്യം എഴുതിയോ? ഇവിടെ ശ്രദ്ധിക്കൂ, ഞാൻ ചോദ്യം വായിക്കാം. ഇൻ എ സർക്കിൾ എ കോഡ് 1 centimeter away from the center is 6 centimeter. What is the length of a chord 2 centimeters away from the center? അതായത് ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ് എങ്കിൽ 2 സെന്റിമീറ്റർ അകലെയുള്ള ഞാണിന്റെ നീളം കണ്ടുപിടിക്കാനുള്ള ചോദ്യം. ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ചിത്രം ഞാൻ അവിടെ വരയ്ക്കാം. ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഒരു വൃത്തം തന്നിട്ടുണ്ട്. ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെ ഒരു ഞാനുണ്ട്. ഉദാഹരണം 1 സെന്റിമീറ്റർ അകലേക്ക് ഇവിടെ ഒരു ഞാനുണ്ട്. ആ ഞാനിന്റെ പേര് AB എന്നാണ് വിചാരിക്കുക. വൃത്ത കേന്ദ്രം O, ഇവിടുത്തെ അകലം OP. ഈ അകലം 1 സെന്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. 1 സെന്റിമീറ്റർ അകലെ കിടക്കുന്ന AB എന്ന് പറയുന്ന ഞാണിന്റെ നീളം 6 സെന്റിമീറ്റർ എന്നാണ് കണക്കിൽ പറഞ്ഞ കാര്യം. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യം മുന്നേ ഒരു കാര്യം ഈ പാഠം തുടങ്ങിയപ്പോൾ അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണക്കിലെ അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലംബ ദൂരമാണ്. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 സെന്റിമീറ്റർ അകലം OP എന്ന് പറയുന്നത് OP ഈസ് പെർപെൻഡിക്കുലർ ടു AB. OP എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ഞാണിന് ലംബാണ്. ക്ലിയർ ആയോ? OP ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോഡ് AB. ഇനി ഇവർ പറയുന്നത് ഇതേ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഇത് കേന്ദ്രം 2 സെന്റിമീറ്റർ അകലെ വേറൊരു ഞാണുണ്ട്. ആ ഞാണ് CD അല്ലേ, അകലം OQ ആണെന്ന് വിചാരിക്കും. എങ്കിൽ ഈ കാണുന്ന ഞാൻ CD അതിന്റെ നീളം എത്ര എന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ചിത്രം എന്ന് വരയ്ക്കുക. അതിൽ AB ഇവിടെ മിനിറ്റ് ശ്രദ്ധിച്ചാൽ ABയുടെ നീളം 6 സെന്റിമീറ്റർ ആണ്. ആ 6 സെന്റിമീറ്ററിനെ ഈ വരയ്ക്കുന്ന ലംബം സമഭാഗം ചെയ്യും. മുന്നേ നമ്മൾ നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യും. ഓർക്കണ്ട, നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നോട്ടുകളൊക്കെ ഈ കണക്കുകളിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ലംബം സമഭാഗം ചെയ്യുന്ന കാരണം ആകെ നീളം 6 സെന്റിമീറ്ററിനെ 2 തുല്യ ഭാഗങ്ങളാക്കും. 3 സെന്റിമീറ്റർ വീതമുള്ള 2 ഭാഗങ്ങളാക്കും. അപ്പൊ ഇതിന് ചിത്രം വരയ്ക്കും. ഒരു അല്പം വലുപ്പത്തിൽ വരച്ചോ. മിനിമം ഒരു 3 സെന്റിമീറ്ററിനും വലുപ്പത്തിൽ ചിത്രം വരയ്ക്കുക. കാരണം ഇതൊക്കെ അടയാളപ്പെടുത്തണം. വളരെ ചെറിയ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഇതൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവുണ്ടാവും. നമ്മൾ ചിത്രം വരയ്ക്കുന്നത് നമുക്ക് ആ കണക്കിന്റെ ഉത്തരം കിട്ടാനുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ വളരെ ചെറുതാക്കി വരച്ചു കഴിഞ്ഞാൽ നമ്മളുള്ള ഐഡിയ പോവും കേട്ടാ. ഒത്തിരി വലിയ വലുപ്പം എന്നല്ല പറഞ്ഞു, മാക്സിമം ഒരു 3 സെന്റിമീറ്റർ 2.5 സെന്റിമീറ്റർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ അതിൽ അടയാളപ്പെടുത്ത അളവുകൾ മാർക്ക് ചെയ്യുക. വേഗം ചെയ്യുക. വൃത്തിയായിട്ട് വരയ്ക്കണം ചിത്രം വരയ്ക്കുമ്പോൾ. കാരണം ചിത്രത്തിന് പ്രാധാന്യമുണ്ട്. ചിത്രം വരച്ചിട്ടേ നമുക്ക് ആ കണക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ,
വരച്ചു അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം നമ്മളെ സംബന്ധിച്ച് തന്നിട്ടുള്ളത് വൃത്തകേന്ദ്രത്തിൽ നിന്നുള്ള അകലം 1 സെന്റിമീറ്ററും ഈ ഞാനിന്റെ നീളം 6 അത് സമഭാഗം ചെയ്തപ്പോൾ 2 ഭാഗത്തും 3 കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 മട്ടത്രികോണങ്ങൾ ഇവിടെ ലംബമാണ് കേട്ടോ. കേന്ദ്രത്തിൽ നിന്നുള്ള അകലം എന്ന് പറയുമ്പോൾ അതും ലംബം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 മട്ടത്രികോണങ്ങൾ കാണാം. ഒരെണ്ണം POB, മറ്റത് QOD എന്ന് പറയുന്ന 2 മട്ടത്രികോണങ്ങൾ. ഈ മട്ടത്രികോണത്തിൽ OBOD എന്ന് പറയുന്നത് ഈ വൃത്തത്തിന്റെ ആരങ്ങളാണ്, റേഡിയസ് ആണ്. അപ്പൊ ആരങ്ങളുടെ പ്രത്യേകത എന്താണ്? ആരങ്ങളുടെ നീളങ്ങൾ എല്ലായിടത്തും തുല്യമായിരിക്കും അല്ലേ. റേഡിയസ് ലെങ്ത്തുകൾ എല്ലായിടത്തും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ OB എത്രയാണെങ്കിൽ അത് തന്നെയാണ് OD വരിക. ഇവിടെ നമുക്ക് OB കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ സൂത്രവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ആരം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ കർണം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമ്മൾ എഴുതിയിട്ടുണ്ട്. പേരുകൾക്ക് മാറ്റം വരും കേട്ടോ, ശ്രദ്ധിക്കണം. നമ്മളെ സൂത്രവാക്യം എഴുതിയാൽ അങ്ങനെ തന്നെ ബൈക്കാരോട് ജീവിക്കരുത്. അവിടെ നമ്മൾ BC എന്നൊക്കെ എഴുതി വയ്ക്കുമ്പോൾ ഇവിടെ BC ഇല്ല. അപ്പൊ നമ്മൾ ഈ കണക്കിൽ C ഇവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് അത് മനസ്സിലാക്കിയിട്ട് ചിത്രങ്ങൾ തരുമ്പോൾ ആ ചിത്രത്തിലെ പേരുകൾ എങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ അവിടെ ആ അളവുകൾ എടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ അതാ ബാക്കിയാർക്കും എപ്പോഴും അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നല്ല പറഞ്ഞർത്ഥം. സന്ദർഭം അനുസരിച്ച് അല്ലെങ്കിൽ പേര് മാറുന്നതനുസരിച്ച് നമ്മൾ ആ സൂത്രവാക്യത്തിൽ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്കിപ്പോൾ ആദ്യം ഇവിടെ ചെയ്യാൻ പോണത് ഈ മട്ടത്രികോണം ഉപയോഗിച്ച് ഇതിന്റെ കർണം കണ്ടുപിടിക്കുക. അതായത് OBയുടെ നീളം. ഇതിന്റെ കർണം ആരം കിട്ടിയാൽ അത് തന്നെയാണ് ODയുടെ നീളം വരിക. അപ്പൊ ഈ മട്ടത്രികോണത്തിന്റെ OD കിട്ടിക്കഴിഞ്ഞാൽ അതെന്റെ കർണാണ്. ഇവിടെ ലംബമുണ്ട്, പാദം കണ്ടുപിടിക്കാം കണ്ടാ. ഈ പാദം കണ്ടുപിടിച്ചാല് ആ പാദത്തിന്റെ നീളത്തിന്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 2 ടൈംസ് ആണ് CD-യുടെ നീളം വരിക. കാരണം CD എന്ന് പറയുന്ന ഞാണിനെ ഈ ലംബം സമഭാഗം ചെയ്യും. അപ്പൊ ഉദാഹരണം പറയത്തില്ല, ഇവിടെ ഈ QD-യുടെ നീളം ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആണെങ്കിൽ CD എത്ര ഉണ്ടായിരിക്കും? അതിന്റെ ഇരട്ടിയായിരിക്കും, 8 ഉണ്ടായിരിക്കും കേട്ടോ. ഇതൊന്നും നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഐഡിയ നിങ്ങളോട് ശ്രദ്ധിക്കും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻ ട്രയാങ്കിൾ POB, അതിന്റെ മലയാളം വിളിക്കാൻ എഴുതുമ്പോൾ ത്രികോണം POB-യിൽ എന്നായിരിക്കും കേട്ടോ. അവിടെ കൂടെ OB-യുടെ നീളമാണ് കാണാൻ പോകുന്നത്. OB എന്ന് കണ്ടുപിടിക്കാനായിട്ട് ചെയ്ത സൂത്രവാക്യം എന്താ വരിക? BP-യുടെ സ്ക്വയറിന്റെ കൂടെ OP-യുടെ സ്ക്വയർ കൂട്ടണം. കാരണം അത് കർണല്ല. കർണം കണ്ടുപിടിക്കാൻ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം റൂട്ട് ഓഫ് BP 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9, 1ന്റെ സ്ക്വയർ 1 കൂട്ടിക്കഴിഞ്ഞാല് റൂട്ട് 10 നമുക്ക് OB കിട്ടും. OB റൂട്ട് 10 ആണെങ്കിൽ therefore OB is equal to OD ആണ്. അപ്പൊ നമുക്ക് OD-യുടെ നീളം റൂട്ട് 10 കിട്ടി. ഇവിടെ റൂട്ട് 10 കിട്ടി. ഇതുവരെ നിങ്ങൾ ആദ്യം എഴുതിയെടുക്കും. ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതിയെടുക്കും. ഇൻ ട്രയാങ്കിൾ POB മലയാളം എഴുതുമ്പോൾ ത്രികോണം POB-യിൽ എന്ന് എഴുതാം. OB സമം റൂട്ട് ഓഫ് BP സ്ക്വയർ പ്ലസ് OP സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതിൽ 3ന്റെ സ്ക്വയർ 9, 1ന്റെ സ്ക്വയർ 1, റൂട്ട് 10. ഓക്കെ. therefore OB സമം OD എന്ന് കിട്ടുകയാണ്. OD is equal to റൂട്ട് 10. അപ്പോൾ OD-യുടെ നീളം റൂട്ട് 10 കിട്ടിക്കഴിഞ്ഞാൽ OD റൂട്ട് 10 കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ അടുത്ത ട്രയാങ്കിൾ അതായത് അടുത്ത ട്രയാങ്കിൾ OQD ആണ്. ഇൻ ട്രയാങ്കിൾ OQD-യിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് QD ആണ്. QD കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് OQ സ്ക്വയർ OD സ്ക്വയർ മൈനസ് OQ സ്ക്വയർ. കാരണം ഇവിടെ കർണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കർണത്തിന്റെ വർഗത്തിൽ നിന്ന് ലംബത്തിന്റെ വർഗം കുറയ്ക്കണം. OD സ്ക്വയർ മൈനസ്
OQ² ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് OD എന്ന് പറഞ്ഞാൽ റൂട്ട് 10ന്റെ സ്ക്വയർ മൈനസ് OQ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ സമം റൂട്ട് ഓഫ് റൂട്ട് 10ന്റെ സ്ക്വയർ പുതിയ സംഖ്യകൾ ന്യൂ നമ്പേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. റൂട്ട് 3ന്റെ സ്ക്വയർ, റൂട്ട് 2ന്റെ സ്ക്വയർ, എന്താ വരിക? റൂട്ട് 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3, റൂട്ട് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2. അതുപോലെ റൂട്ട് 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 മൈനസ് 2ന്റെ സ്ക്വയർ 4. കുറച്ച് കഴിഞ്ഞാല് റൂട്ട് 6 ആണ് നമുക്കിവിടെ QD കിട്ടുക. ഇതാണ് QD റൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ therefore CD സമം എന്താ കിട്ടുക? ഇതിന്റെ ഇരട്ടി കിട്ടും. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ളത് QD ആണ്. 2 ഇൻറ്റു QD ആണ് നമുക്ക് എന്ത് കിട്ടുക? CD-യുടെ നീളം കിട്ടുക. ഇത് ഞാണിന്റെ നീളത്തിന്റെ പകുതിയാണ് QD ആയിരിക്കുക. QD-യുടെ ഇരട്ടിയാണ് ഞാണിന്റെ നീളം. അപ്പോ ഇവിടെ നിന്ന് കിട്ടുക 2 ഇൻറ്റു റൂട്ട് 6. 2 ഇൻറ്റു റൂട്ട് 6 നമുക്ക് ഒന്നും ചെയ്യാനില്ല. 2 ഇൻറ്റു റൂട്ട് 6 എഴുതാം. ക്ലിയർ ആയോ? 2 ഇൻറ്റു റൂട്ട് 6. അത് വക വേഗം എഴുതിയിട്ട് ഇത് എഴുതിയില്ലേ നിങ്ങൾക്ക്? അപ്പോ ഞാണിന്റെ നീളം 2 റൂട്ട് 6 കിട്ടി. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേഗം എഴുതിയെടുത്തേ. ക്വസ്റ്റ്യൻ നമ്പർ 2 വേഗം എഴുതിയെടുക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 2 വേഗം എഴുതും. ശ്രദ്ധിച്ച് എഴുതട്ടാ. ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ഉണ്ടായില്ല കേട്ടാ. ഈ സെറ്റ് എക്സാമിനെ സംബന്ധിച്ച് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടാ. പരീക്ഷ സംബന്ധിച്ച് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കണക്കുകൾ, ഈ സെറ്റിൽ വരുന്ന 1, 2, 3 കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ തൊട്ട് താഴെ 4ാമത്തെ കണക്ക് നിൽക്കും. ഈ സെറ്റും ലാസ്റ്റ് സെറ്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷ സംബന്ധിച്ച്. അതില് ഈ 4 കണക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കണക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് 2ാമത്തെ കണക്കും ഒന്ന് അതിൽ 3ാമത്തെ കണക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ക്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട കണക്കാണ് ഇപ്പൊ നിങ്ങൾ എഴുതുന്ന 2ാമത്തെ ചോദ്യം. ശ്രദ്ധിച്ച് എഴുതാൻ 2 ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ അതിൽ ഒരു ചോദ്യം മാത്രം ചോദിക്കും, ചിലപ്പോൾ 2 ചോദ്യം ചോദിക്കും. എഴുതിയിരിക്കുക. എഴുതിയല്ലേ? ചോദ്യം ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. In a circle of radius 5 centimeters, 2 parallel chords of length 6 and 8 centimeters are drawn on either side of a diameter. അതായത് 5 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിലെ വ്യാസത്തിന്റെ ഇരുഭാഗങ്ങളിലുമായി 6 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ നീളമുള്ള 2 സമാന്തര ഞാണുകൾ വരച്ചിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞത്. വാട്ട് ഈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? അവ തമ്മിലുള്ള അകലം എത്ര എന്നാണ് അതിലെ ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കുക. ഇഫ് പാരലൽ കോർഡ്സ് ഓഫ് ദീസ് ലെങ്ത് ആർ ഡ്രോൺ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഡയാമീറ്റർ. ഇപ്പൊ നേരത്തെ വരച്ച ഡയാമീറ്ററിന്റെ വ്യാസത്തിന്റെ 2 ഭാഗങ്ങൾ, ഇരുഭാഗങ്ങളാണ് വരച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതൊക്കെ വ്യാസത്തിന്റെ ഒരേ ഭാഗത്ത് ഒരേ സൈഡിലാണ് വരയ്ക്കണമെങ്കിൽ വാട്ട് വുഡ് ബി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? അവ തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോ 2 പാർട്ട് കണക്കിലുണ്ട്. 2 തരത്തിലാണ് ഇതിലെ ഞാണുകൾ, കോഡ്സുകൾ വരയ്ക്കുന്നത്. ഒന്ന് വ്യാസത്തിന്റെ ഇരുഭാഗത്തും 2 ഭാഗത്ത് വരയ്ക്കണം, പിന്നെ ഒരേ ഭാഗത്ത് വരയ്ക്കണം. ഇങ്ങനെ 2 ഭാഗത്ത് വരയ്ക്കുമ്പോൾ ഈ ഞാണുകൾ തമ്മിലുള്ള അകലം എത്ര? അത് ഒരേ ഭാഗത്തായിട്ടാണ് വരയ്ക്കണമെങ്കിൽ അവ തമ്മിലുള്ള അകലം എത്ര? ഇതാണ് ഇപ്പൊ കണക്കില് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യത്തെ കാര്യമാണ് ചെയ്യണത്. അതായത് ഈ കോഡ്സ് വരയ്ക്കുന്നത്, ഞാണുകൾ വരയ്ക്കുന്നത് ഈ വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഇരുഭാഗങ്ങളിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണല്ലേ അത് വൃത്തകേന്ദ്രത്തിന്റെ ഇരുഭാഗത്താണ്. മനസ്സിലായോ? വ്യാസം. ഇപ്പൊ നമ്മള് ഒരു വൃത്തം വരച്ചിട്ട് ഇതാണ് വ്യാസം, ഇത് വൃത്തം വരച്ചു, ഇതാണ് വ്യാസം. ഈ വ്യാസം എന്ന് പറയുന്നത് വ്യാസം കടന്നു പോകുന്നത് വൃത്തകേന്ദ്രത്തിലൂടെയാണ്. അപ്പൊ വ്യാസത്തിന്റെ ഇരുഭാഗങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരത്തിന്റെ ഇരുഭാഗങ്ങളിലുമാണ് ഈ ഞാണുകൾ വരയ്ക്കേണ്ടത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ വരും. വ്യാസത്തിന്റെ ഇരുഭാഗങ്ങളിൽ എന്ന് പറഞ്ഞതിന് പകരം അവരെന്ത് പറയും? വൃത്തകേന്ദ്രത്തിന്റെ ഇരുഭാഗങ്ങളില് അല്ലെങ്കിൽ വൃത്തകേന്ദ്രത്തിന്റെ ഒരേ ഭാഗങ്ങളില് അങ്ങനെ ചോദിക്കാം. ഐഡിയ മനസ്സിലായോ?
അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ വൃത്തകേന്ദ്രം എന്ന് പറഞ്ഞാലും വ്യാസം എന്ന് പറഞ്ഞാലും അത് ഒരേപോലെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ചിത്രം ആദ്യം വരയ്ക്കും. അപ്പം ഈ കണക്ക് ചെയ്യാൻ വേണ്ട ചിത്രം ഇതാണ് കേട്ടോ. ഈ ചിത്രം ഉപയോഗിച്ചാണ് നമ്മൾ കണക്ക് ചെയ്യാൻ പോണത്. അപ്പൊ ആ ചിത്രം നിങ്ങൾ വൃത്തിയായിട്ട് വരയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം വലുതാക്കി വരയ്ക്കുക, പേരുകൾ കൊടുക്കുക, തന്നിരിക്കുന്ന അളവുകൾ ഇവിടെ മാർക്ക് ചെയ്യാം. ഇതിന്റെ റേഡിയസ് 5 എന്ന് പറയുന്നുണ്ട്, വൃത്തത്തിന്റെ ആരം 5 ആണ്. അപ്പൊ ആരം എന്ന് പറയുന്നത് OB OD ഇതൊക്കെ 5 ആയിരിക്കും. ഈ 2 ഞാണുകള്, ഒരു ഞാണിന്റെ നീളം 6, മറ്റേ ഞാണിന്റെ നീളം 8. അപ്പോൾ ഒരു ഞാണിന് 6 എന്ന് പറയുമ്പോൾ അത് നമ്മളെപ്പോഴും നമുക്ക് വേണ്ടത് ഈ അകലങ്ങൾ കാണിച്ചാൽ അത് ഞാണിനെ സമഭാഗം ചെയ്യും എന്ന ആശയമാണ് നമ്മൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അത് 2 ഭാഗമാക്കുമ്പോൾ 3 3 വീതം വരും. മുകളിലെ 8 സെന്റിമീറ്റർ നീളമുള്ള ഞാണ് 2 ഭാഗമാക്കുമ്പോൾ 4 4 വരും. ഈ ഞാണുകൾ എവിടെ വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. മുകളിലത്തെ 6 അടിലത്തെ 8 ആക്കിയാലൊന്നും കുഴപ്പമില്ല, നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ചിത്രം ഒന്ന് വേഗം വരച്ച് നിങ്ങൾ ആ ചിത്രം വരയ്ക്കുക, പേര് മാർക്ക് ചെയ്യുക, അതിൽ അളവ് മാർക്ക് ചെയ്യുക. അത്രയും കാര്യങ്ങൾ വേഗം ചെയ്യും. മുകളിൽ ഞാൻ്റെ പേര് CD, അതിൻ്റെ ആകെ നീളം 8 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് 2 ഭാഗമാക്കുമ്പോൾ 4 സെന്റിമീറ്റർ വീതമുള്ള 2 ഭാഗമാവും. അടിയൻ ഞാൻ AB ആണ്, 2 ഭാഗമാക്കുമ്പോൾ അതിൻ്റെ നീളം 6, അത് 3 സെന്റിമീറ്റർ വീതമുള്ള 2 ഭാഗമാക്കും. OD OB എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ആരങ്ങളാണ്, അത് 5 സെന്റിമീറ്റർ വീതമാണ് കണക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെയോ? ഇനി നമ്മൾ എന്താ വേണമെന്നറിയോ, നമ്മളെ സംബന്ധിച്ച് ഈ 2 ഞാണുകൾ തമ്മിൽ അകലെന്ന് പറഞ്ഞാല് PQ എത്രയാണെന്ന് ചോദിക്കുന്നത്. PQന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. 2 ഞാണുകൾ തമ്മിൽ അകലെന്ന് പറഞ്ഞാൽ PQ അല്ലേ. PQ എന്ന് പറഞ്ഞാല് ആദ്യത്തെ മട്ടത്രികോണത്തിലെ അതിന്റെ ഭാഗമാണ് OQ, രണ്ടാമത്തെ മട്ടത്രികോണത്തിലെ അതിന്റെ ഭാഗമാണ് OP. ക്ലിയർ ആയോ? അപ്പൊ ഈ OPയുടെയും OQയുടെയും നീളങ്ങൾ കണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PQന്റെ നീളം കിട്ടും. ഇതാണ് ഇപ്പൊ നമ്മൾ കണക്ക് ചെയ്യാൻ പോകുന്ന ഐഡിയ. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ, അതായത് ഈ ട്രയാങ്കിൾ OBQ എടുത്തിട്ട് അതിൽ നിന്ന് OQ കാണാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ OQന്റെ ലെങ്ത് കാണാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നേരത്തെ ഉള്ളത് ആ മട്ടത്രികോണത്തിന്റെ ലംബാണ് OQ. ലംബം കാണാൻ പറ്റുമോ നോക്കി. ലംബം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? ഇവിടെ ലംബം OQ അല്ലേ, ഇതിന്റെ അളവ് മാർക്ക് ചെയ്യാം. അതായത് ഇവിടെ OBയുടെ നീളം 5 ആണ്, QB അല്ലെങ്കിൽ BQന്റെ നീളം 3 ആണ്. OQ കണ്ടുപിടിക്കാനായിട്ട് എന്ത് സൂത്രവാക്യം വരിക? OQ ലംബല്ലേ, അപ്പൊ മട്ടത്രികോണത്തിൽ ലംബം കണ്ടുപിടിക്കാനായിട്ട് OB സ്ക്വയറിൽ നിന്ന്, കർണ സ്ക്വയറിൽ നിന്ന് BQന്റെ സ്ക്വയർ, പാദത്തിന്റെ സ്ക്വയർ കുറയ്ക്കണം. സമം റൂട്ട് ഓഫ് OB 5 അല്ലേ, 5ന്റെ സ്ക്വയറിൽ നിന്ന് BQ 3 അല്ലേ, 3ന്റെ സ്ക്വയർ കുറയ്ക്കണം. അപ്പൊ 5ന്റെ സ്ക്വയർ കിട്ടി, 5ന്റെ സ്ക്വയർ 25 മൈനസ് 3ന്റെ സ്ക്വയർ 9, 25 9 കുറയ്ക്കുമ്പോൾ 16, 16ന്റെ റൂട്ട് 4. അപ്പൊ OQന്റെ നീളം നമുക്ക് എന്ത് കിട്ടി? 4 സെന്റിമീറ്റർ കിട്ടി. എന്നാ OQന്റെ നീളം 4 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ഒന്ന് നിങ്ങൾ ഇത്രയും ഭാഗം ചെയ്ത് നോക്കിയേ. OQ 4 കിട്ടിയത് വരെ ശ്രദ്ധിച്ചു വരും. ഈ ട്രയാങ്കിൾ OBQ മലയാളിക്കാർ എഴുതുമ്പോൾ ത്രികോണം OBQവിൽ OB സമം 5 സെന്റിമീറ്റർ, BQ സമം 3 സെന്റിമീറ്റർ. അതിന് OQ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എഴുതാം. റൂട്ട് ഓഫ് OB സ്ക്വയർ മൈനസ് BQ സ്ക്വയർ സമം റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ സമം 25 മൈനസ് 9. അപ്പൊ റൂട്ട്
25 9 കുറച്ച് 16 കിട്ടി. 16√4. അപ്പോൾ ഒ ക്യൂവിൻ്റെ ലെങ്ത് നമുക്ക് ഇവിടെ 4 കിട്ടി. ഇതേപോലെ നിങ്ങൾ ഒ പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒ പി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ ഇതേപോലെ തന്നെ. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഈ ട്രയാങ്കിൾ, ഇതിൻ്റെ പേര് ഒ പി ഡി. ഈ ട്രയാങ്കിൾ ഒ പി ഡി ആ അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്തോടെ. അളവ് മാർക്ക് ചെയ്യും. അളവ് പറയാന്ന് പറഞ്ഞാൽ ഒ പി അറിയില്ല, ഒ ഡി നമുക്കറിയാം 5 ആണ്. പി ഡിയുടെ നീളം 4 ആണ്. അതുപയോഗിച്ച് നമുക്ക് ഒ പി കണ്ടുപിടിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒ പി സീക്കൽ ടു ഫോർമുല ചെയ്തിട്ട് അളവ് കൊടുത്തിട്ട് കണ്ടുപിടിച്ചൊക്കെ ഈസിയാണ്, മറ്റേ പോലെ തന്നെ.